കൊറിയർ ബോയ് വിളിച്ച് ഇന്നൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടു പോയിട്ടോ. കാരണം ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ്, ഒരു ഹെയർ ഡ്രയർ ആണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന ഹെയർ ഡ്രയർ നാശമായപ്പോൾ ഞാൻ ഇക്കാനോട് വിളിച്ച് സംസാരിച്ച ഒരു സമയത്ത് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ അലർജിയുടെ കേടും ഉണ്ടാവും, അതേപോലെ തന്നെ നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ തല നനച്ച് കുളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇക്കാനോട് ഞാൻ ഒരിക്കലും ഇത് ഓർഡർ ചെയ്യണമെന്നോ അതിലേക്ക് കൊണ്ടുവരണമെന്നോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് കേട്ടോ. പിന്നെ ഇതാ ഇപ്പം ഞങ്ങളത് വർക്ക് ചെയ്തൊന്ന് നോക്കുകയാണ്. അപ്പം ഭയങ്കര കളിയിലാണ് കേട്ടോ ജനക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടു. കാരണം ഇമ്മാതിരി ചൂടത്ത് അത് ചൂട് കാറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിലും കുറച്ചൊരു ആശ്വാസമാണ് അതുകൊണ്ടുള്ളത്. അപ്പം അവളത് നന്നായിട്ട് വർക്ക് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ പ്രൊഡക്റ്റ് നല്ലതാണോ ഇല്ലേ എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റിട്ടേൺ അടിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് നന്നായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ ജന്ന അതിൽ കുറേ നേരം ഇങ്ങനെ മുടിയൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും എൻ്റെ ഇക്കാനോട് ഒരുപാട് താങ്ക്സ്. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ അല്ലെങ്കിൽ ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്ത് തരുന്നതാണ് ഇക്ക. അതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി അൽഫ് മറ.